ഗസയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിച്ച ബോർഡ് ഓഫ് പീസിൽ സൗദി അറേബ്യ ഉൾപ്പെടെ 8 മുസ്ലിം രാജ്യങ്ങളാണ് ചേർന്നത്. വെടിനിർത്തൽ നടപ്പിലാക്കാനും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുമുള്ള നിർണായക നീക്കമാണിതെന്ന് ഈ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ അറിയിച്ചു. ഡാവോസിലെ ലോക സാമ്പത്തിക ഫോറം വേദിയെ സാക്ഷി നിർത്തിയാണ് ഗസയിലെ സമാധാന ശ്രമങ്ങൾക്ക് പുതിയ തുടക്കമായത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിച്ച പീസ് കൌൺസിലിൽ ലോകത്തെ പ്രധാനപ്പെട്ട 8 മുസ്ലിം രാജ്യങ്ങൾ ഔദ്യോഗികമായി അംഗങ്ങളായി. സൗദി അറേബ്യ, UAE, ഖത്തർ, ഈജിപ്ത്, ജോർദാൻ, തുർക്കി, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് സമാധാന ദൌത്യത്തിന്റെ ഭാഗമായത്. സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ ചാർട്ടറിൽ ഒപ്പുവച്ചു. പലസ്തീൻ ജനതയുടെ അവകാശങ്ങളും സ്വതന്ത്ര രാഷ്ട്രമെന്ന പദവിയും ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു സമാധാന അന്തരീക്ഷമാണ് ലക്ഷ്യമെന്ന് ഈ രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. ഗസയിലെ ഗവേണിംഗ് ബോഡിയുടെ മേൽനോട്ടവും വെടിനിർത്തൽ കരാറും ഈ സമിതിയുടെ പ്രധാന ദൌത്യമായിരിക്കും. 59ഓളം രാജ്യങ്ങൾ സമിതിയിൽ അണിനിരക്കുന്നുണ്ടെങ്കിലും സൗദിയുടെയും മറ്റു മുസ്ലിം രാഷ്ട്രങ്ങളുടെയും പങ്കാളിത്തം നിർണായകമായാണ് വിലയിരുത്തപ്പെടുന്നത്. വരും വർഷങ്ങളിൽ ഗസയുടെ ഭരണം നിശ്ചയിക്കുന്നതിലും അന്താരാഷ്ട്ര സഹായങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും ഈ രാജ്യങ്ങൾക്കായിരിക്കും പ്രധാന പങ്കുണ്ടാവുക. ദശാബ്ദങ്ങൾ നീണ്ട യുദ്ധം അവസാനിപ്പിച്ച് പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്റെ പുതിയ അധ്യായം കുറിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിനുള്ള ശക്തമായ പിന്തുണ കൂടിയായി ഈ നീക്കം മാറി. 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.